പുതുവർഷത്തിൽ മണിപ്പൂരിൽ ആക്രമണം. വെസ്റ്റ് ഇംഫാലിൽ കുക്കി വിഘടനവാദികൾ നിരവധി റൗണ്ട് വെടിയുതിർക്കുകയും ബോംബെറിയുകയും ചെയ്തു. ആർക്കും പരിക്കില്ല. മണിപ്പൂരിൽ ഈ വർഷം സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ഇന്നലെ പറഞ്ഞിരുന്നു. അരവിന്ദ് തുടരുന്നുണ്ട്. അരവിന്ദ്, ബിരേൻ സിംഗിന്റെ ക്ഷമാപണവും ഇനി ഇത് ആവർത്തിക്കില്ല എന്നുള്ള പ്രഖ്യാപനവുമൊക്കെ പാഴ്വാക്കാവുകയാണ്. മണിപ്പൂരിൽ വീണ്ടും അക്രമം തുടരുന്നുണ്ട്. സമാധാന ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ജിൽസി, മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ ക്ഷമാപണം നടത്തി മണിക്കൂറുകൾക്കകമാണ് വീണ്ടും മണിപ്പൂരിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. വെസ്റ്റ് ഇംഫാലിലെ കട്മക് മേഖലയിൽ ഇന്ന് പുലർച്ചയോടുകൂടിയായിരുന്നു ആക്രമണം ഉണ്ടായത്. കുന്നിൻ മുകളിൽ നിന്ന് അക്രമികൾ വെടിയുതിർക്കുകയും അതുപോലെ തന്നെ ബോംബുകൾ എറിയുകയുമായിരുന്നു ഗ്രാമങ്ങൾക്ക് നേരെ. പിന്നീട് ഗ്രാമങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പുണ്ടാവുകയും പിന്നീട് സുരക്ഷാ സേന അടക്കം അവിടെ എത്തുകയും സ്ഥിതിഗതികൾ നിയന്ത്രിക്കുകയുമായിരുന്നു. എന്തായാലും സുരക്ഷ ഇപ്പോൾ ആ മേഖലയിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല എന്ന് പറയുന്നത് ഏറെ ആശ്വാസകരമായ വാർത്തയാണ്. പക്ഷേ ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ വർഷം 2023 മെയ്യിലാണ് മണിപ്പൂരിൽ സംഘർഷം അതുപോലെ തന്നെ കലാപവും ആരംഭിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ കലാപം സമാധാനിപ്പിക്കുവാനോ അല്ലെങ്കിൽ കലാപത്തെ അവസാനിപ്പിക്കുവാനുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന വിമർശനവും പ്രതിപക്ഷ പാർട്ടികൾ ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ബിരേൻ സിംഗ് ഈ വിഷയത്തിൽ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നത്. പക്ഷേ ഇത് ആത്മാർത്ഥതയില്ലാത്ത മാപ്പ് പറച്ചിലെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും മുഖ്യമന്ത്രി മണിപ്പൂരിലെത്തി ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ഇന്ത്യ സഖ്യം അടക്കം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ മാപ്പ് പറച്ചതിൽ ഒരു വിശദീകരണം കൂടി ബിരേൻ സിംഗ് നൽകിയിട്ടുണ്ട്. താൻ ആത്മാർത്ഥമായിട്ടാണ് മാപ്പ് പറഞ്ഞതെന്നും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ വേണമെന്നുമാണ് ബിരേൻ സിംഗ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അതീവ വിമർശനം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നു. ആ സമയം തന്നെ സംഘർഷാവസ്ഥ മണിപ്പൂരിൽ തുടരുകയുമാണ്.